അതിൽ ഞാൻ അതിൽ നിന്ന് മടങ്ങുന്നതിന് മുൻപ് നമ്മുടെ ജാർഖണ്ഡ് വിശേഷം കൂടി ഒന്ന് ചോദിക്കട്ടെ. അതിലാണല്ലോ ജാർഖണ്ഡിലൊക്കെ പോയി ഹേമന്ത് സോറനെ അടക്കമുള്ളവരെ കാണുകയും പ്രേക്ഷകരിലേക്ക് കൽപ്പന സോറൻ്റെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സ്ക്ലൂസീവായി കൊടുക്കുകയൊക്കെ ചെയ്ത് ഇന്ന് നമ്മുടെ ഹേമന്ത് സോറൻ നാലാമത്തെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. നാലാമത്തെ ഊഴമാണെന്ന് തോന്നുന്നു അല്ലേ ഹേമന്ത് സോറന്? എപ്പോഴാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങുകളൊക്കെ നടക്കുക? ഹേമന്ത് സോറൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയാകുന്നത് മന്ത്രിസഭാ രൂപീകരണത്തിൽ അന്തിമ ധാരണയാകാത്തതിൽ ഹേമന്ത് സോറൻ മാത്രമാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതെന്നും കേട്ടു. അതിൽ ഉറപ്പായും ഹേമന്ത് സോറൻ മാത്രമാണ് ജാർഖണ്ഡിൽ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ഇത് നാലാമത്തെ തവണയാണ്. 14ാമത് മുഖ്യമന്ത്രിയാണ് ജാർഖണ്ഡിനെ സംബന്ധിച്ചിടത്തോളം ഹേമന്ത് സോറൻ. ഹേമന്ത് സോറൻ്റെ വിജയം വളരെ വലുതായിരുന്നു. 81 അംഗ നിയമസഭയിൽ 56 സീറ്റുകൾ നേടിയാണ് ഇന്ത്യ മുന്നണി വിജയിക്കുന്നത്. അതിൽ 34 സീറ്റും ഏറ്റവും ഉയർന്ന സ്ട്രൈക്ക് റേറ്റ് നേടി ജാർഖണ്ഡ് മുക്തി മോർച്ച തന്നെയാണ് വലിയ വിജയം നേടിയത്. ജാർഖണ്ഡ് മുക്തി മോർച്ച നേതാവ് ഹേമന്ത് സോറൻ വീണ്ടും മുഖ്യമന്ത്രിയായ അധികാരത്തിലേക്ക് വരുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മുഖ്യമന്ത്രി മാത്രമാണ് ഇപ്പോൾ ഇന്ന് സത്യപ്രതിജ്ഞ. വൈകിട്ട് 4 മണിക്ക് റാഞ്ചിയിലാണ് ചടങ്ങ് നടക്കുക. ബാക്കിയുള്ളത് സംബന്ധിച്ച് ചില അസ്വാരസ്യങ്ങളും പടലപ്പിണക്കങ്ങളും ധാരണയില്ലായ്മയൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസിന് കുറച്ച് മന്ത്രിസ്ഥാനങ്ങൾ നൽകേണ്ടതുണ്ട്. RJDക്ക് മന്ത്രിസ്ഥാനം നൽകണം. ഇത് എത്ര വീതം വേണം എന്ന കാര്യത്തിലൊക്കെ സംശയമുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി മാത്രം ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുക. പിന്നീട് MLA മാർ സത്യപ്രതിജ്ഞ ചെയ്ത് സഭ കൂടിയതിന് ശേഷം ഒരു ഭൂരിപക്ഷമൊക്കെ ഉണ്ട് എന്നത് വ്യക്തമായതിന് ശേഷം പിന്നീട് മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് പോകാമെന്നൊരു ധാരണയിലാണ് ഇപ്പോൾ ജാർഖണ്ഡിലെ രാഷ്ട്രീയ കാലാവസ്ഥ എത്തിയിരിക്കുന്നത്. BJPക്ക് വലിയ തിരിച്ചടിയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ജാർഖണ്ഡിൽ നിന്ന് ഹേമന്ത് സോറനും ഭാര്യ കൽപ്പന സോറനും ഇവിടെ എത്തി അരവിന്ദ് കെജ്രിവാളിനെ കണ്ടു, പ്രധാനമന്ത്രിയെ കണ്ടു, ആഭ്യന്തരമന്ത്രിയെ കണ്ടു. എല്ലാവരുമായി ഒരു സ്വരച്ചേർച്ചയിൽ പോകാം എന്ന നിലയിലേക്ക് ജാർഖണ്ഡിലെ കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 6 മാസക്കാലം ജയിലിലായിരുന്നു ഹേമന്ത് സോറൻ ജയിലിൽ നിന്ന് തിരിച്ചു വന്നു. ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. ആ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. പലതരത്തിലുള്ള വെറുപ്പിൻ്റെ രാഷ്ട്രീയം എന്നൊക്കെ പറയുന്ന വർഗീയ കാർഡുകളെയൊക്കെ അതിജീവിച്ച് വിജയം നേടിയ ഹേമന്ത് സോറൻ വീണ്ടും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്നതാണ് പ്രത്യേകത. വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതിന് ശേഷം ഇനിയിപ്പോൾ ഇവിടെ ദില്ലിയിലും തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. ഫെബ്രുവരിയിലാണ് തെരഞ്ഞെടുപ്പ്. ദില്ലിയിലെ തെരഞ്ഞെടുപ്പും ജാർഖണ്ഡ് ആവർത്തിക്കുമോ എന്ന ചോദ്യമാണ് ഒടുവിൽ ഇപ്പോൾ അവശേഷിക്കുന്നത്. അരുൺ, ഓക്കെ, താങ്ക് യു. അതിൽ അപ്പോൾ നല്ല ചൂട് ചായയൊക്കെ കുടിച്ച്, നല്ല മസാല ചായയൊക്കെ കുടിച്ച് ഡൽഹിയുടെ തണുപ്പിൽ പുതിയ ചൂടുള്ള വാർത്തകളൊക്കെ പ്രേക്ഷകർക്ക് സമ്മാനിക്കൂ. ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങ്, അതേപോലെ തന്നെ UDFൻ്റെ MP മാരുടെ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ MP മാർ പാർലമെൻറ്റിൽ നടത്തുന്ന പ്രതിഷേധം, അതിന് പ്രിയങ്ക ഗാന്ധി നൽകുന്ന നേതൃത്വം, ഇതൊക്കെ ഞങ്ങളുടെ ദില്ലി റിപ്പോർട്ടർമാർ ആദിൽ പാലോടും ഒപ്പം രാധാകൃഷ്ണനും തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കും. പ്രേക്ഷകർ കാത്തിരിക്കുക. ഇന്ന് നമ്മുടെ പ്രിയങ്ക ഗാന്ധി MP ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിനമാണ്. വലിയ സന്തോഷത്തോടു കൂടി അവർ വയനാടിൻ്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടുള്ള പോരാട്ടത്തിനിറങ്ങുന്ന ഒരു ദിനം കൂടിയാണ്. അപ്പോൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന പ്രിയങ്ക ഗാന്ധിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം ജാർഖണ്ഡിൽ ഹേമന്ത് സോറൻ 4ാമത്തെ തവണ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ്. അപ്പോൾ ഹേമന്ത് സോറനും ആശംസകൾ നേരുന്നു. ദേവേന്ദ്ര ഫട്നവിസിൻ്റെ സത്യപ്രതിജ്ഞ തീയതി തീരുമാനിച്ചിട്ടില്ല. ദേവേന്ദ്ര ഫട്നവിസും സത്യപ്രതിജ്ഞ ചെയ്യും. ആ വഴിയും കൃത്യമാവുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ മെസ്സേജുകൾ കാണുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധി വയനാടിന് മുതൽക്കൂട്ടാവുമോ എന്ന് ചോദിക്കുന്നുണ്ട് രാജൻ KK. തീർച്ചയായിട്ടും മുതൽക്കൂട്ടാവും. പ്രിയങ്ക ഗാന്ധി വയനാടിനെക്കുറിച്ച് എന്തു പറഞ്ഞാലും പ്രധാനമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനും പ്രതികരിക്കേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് അത് BJPക്ക് അവഗണിക്കാൻ കഴിയില്ല. അതാണൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എത്ര നാൾ വയനാട്ടിൽ വന്ന് താമസിക്കുന്നു എന്നതല്ല, വയനാടിനു വേണ്ടി എത്ര ശബ്ദിക്കുന്നു എന്നതിലാണ് പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും പ്രിയങ്ക ഗാന്ധി സംസാരിക്കും. പ്രിയങ്ക ഗാന്ധി 2 ദിവസം വയനാട്ടിലുണ്ട്. ഈ 30-ാം തീയതിയും 1-ാം തീയതിയും അന്ന് വയനാട്ടിലെ ജനങ്ങളുമായിട്ട് പ്രിയങ്ക ഗാന്ധി സംസാരിക്കുകയും ചെയ്യും.